Hello, welcome to my new vlog and hope you guys are doing well. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആക്ച്വലി. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 5 ദിവസമായി എങ്കിലും പുതിയ വർഷമായതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് എനിക്ക് ആക്ച്വലി ഒരു ഓഫ് ഡേ ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം ഇങ്ങനെ എനിക്ക് സമയം കിട്ടില്ല, ആക്ച്വലി കുറവാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല, ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഇതുപോലെ സമയം കിട്ടണത് കുറവായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഓഫ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ സമയം കിട്ടൽ കുറവായിരിക്കും, അതാണ് മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. ഈ ഒരു കോണ്ടന്റ് ആക്ച്വലി എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് മുമ്പ് ഉണ്ടായിരുന്നൊരു ഐഡിയ ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണലി നിങ്ങൾക്കിപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ, തമ്മിലും അതുപോലെ തന്നെ ക്യാപ്ഷനിലൊക്കെ ഉണ്ട്. അത് ലിപ്സ്റ്റിക് കളക്ഷനാണ്. അത്ര പറയത്തക്ക വലിയ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒന്നും എനിക്കില്ല, അതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ കസിൻസ് 2-3 പേര് എന്നോട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നല്ല കളക്ഷൻ നല്ല ഷെയ്ഡ് അഫോർഡബിൾ ആയിട്ട്. അവിടെയാണ് മെയിൻ പോയിന്റ്, അഫോർഡബിലിറ്റി. കാരണം എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കോ എനിക്കും ആയാലും ഒരു 500 എബോവ് ഒരു ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഭാവിയിൽ അതൊന്നും അല്ലായിരിക്കും, അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇതൊക്കെ ഇടണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് ഒരു എൻ്റെ അവിടേക്ക് നിന്ന് സംസാരിക്കാം കേട്ടോ, എൻ്റെ നാട്ടിൽ നിന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല ഇത് കിട്ടാൻ നല്ല വില കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഉണ്ട്. നല്ല ഇതൊക്കെ ഇപ്പം ഇതിലുള്ള ചിലതൊക്കെ 500-ന് മുകളിലുള്ളതാണ്, പക്ഷേ ഇതിൽ കൂടുതലും 500-ന് താഴെയാണ്. അപ്പോൾ അഫോർഡബിലിറ്റി എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഷെയ്ഡ് നോക്കി എടുക്കുക എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല. അത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇതിൽ എന്തോരം ഫ്ലോപ്പ് വന്നിട്ടുണ്ടെന്ന്. എനിക്ക് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ അല്ലെങ്കിൽ നമ്മുടെ ചിലത് നമ്മൾ വിചാരിക്കും ഒരാളുടെ കാണുമ്പോൾ നല്ല ഷെയ്ഡാണ്, അങ്ങനെ ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് ഉണ്ട്, പക്ഷെ അതെനിക്കിട്ട് വരുമ്പോൾ ചെയ്യില്ല. അപ്പം നമുക്ക് ചേരണത് തോക്കിയെടുക്കുക എന്നുള്ളതൊരു കാര്യമാണ്. അപ്പം ഇത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കയ്യിൽ അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല. ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഷെയ്ഡുകൾ, ലിപ് ലൈനേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് പലതും ഞാൻ യൂസ് ചെയ്യുന്നതാണ്, പലതും യൂസ് ചെയ്യുന്നതല്ല, അത് തൊട്ട് പോലും നോക്കാത്തതും കുറച്ചുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതിലുണ്ടാവും. ഒരാൾക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ അടുത്തൊക്കെ കുറേ വീടുകളുണ്ട്, പല ജോലിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ വോയിസൊക്കെ വീഡിയോയിലുണ്ടാവും. എന്തെങ്കിലും വേറെ വഴിയില്ല, മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നമുക്ക് ലിപ് ബാമിൽ നിന്ന് തുടങ്ങാം. ലിപ് ബാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ആക്ച്വലി. ലിപ് ബാം ഇടാണ്ടിരിക്കേണ്ട കാര്യം നല്ലൊരു ലിപ് ബാം. എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലിപ് ബാമിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മേടിക്കുക നല്ലത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഡെയ്ഗയുടെ ആണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, ഡെയ്ഗ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇപ്പം. അപ്പോൾ ഇതൊരു 300 സംതിങ് എത്രണ്ടായിരുന്നു ഞാനിത് വാങ്ങിച്ചത്. കുറേ നാളായിട്ട് ഞാൻ ഡെയ്ഗ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ലതാണ് കേട്ടോ, ഒരു നല്ല ലിപ് ബാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ് ബാമാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ബാം. ഇത് ഇട്ടതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. പിന്നെ ഇതിനൊരു നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷെയ്ഡ് മീൻസ് ഒരു റെഡിഷ് കളറൊക്കെ വരുന്നുണ്ട് ഇതിടുമ്പോൾ, പിഗ്മെൻറ്റേഷൻ കുറയുന്നുണ്ട്. എനിക്ക് നമ്മൾ നല്ല ബ്രാൻഡ് നല്ല ലിപ്സ്റ്റിക് ഉപയോഗിച്ചില്ലെങ്കിൽ വല്ല കുറവിൻ്റെ അല്ലെങ്കിൽ ലോക്കലായിട്ട് ആണെങ്കിൽ അത് ശരിക്കും നമ്മുടെ ലിപ്സിനെ അത് ബാധിക്കുന്നുണ്ട്. നന്നായിട്ട് ഡാർക്ക്നെസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നല്ല ലിപ് ബാമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഡെയ്ഗയുടെ ആണ്. ഒരു 300 to 400 ആ റേറ്റിലാണ് കേട്ടോ ഇത് വരുന്നത്. ഞാൻ കറക്റ്റ് ഓർക്കണില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കാണിക്കുന്നത്. അത് ആക്ച്വലി ഒരു 500 ഞാൻ ആദ്യം മേടിച്ചപ്പോൾ ഒരു 700 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് മേടിച്ചപ്പോൾ പിന്നെ അത് രണ്ടാമതെന്ന് മേടിക്കുന്നത് കുറേ നാളെടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്യുന്നത്, ആദ്യം ഞാൻ വാങ്ങിച്ചതല്ല. അപ്പോൾ അതൊരു 700 സംതിങ് ആണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൈസ ഞാൻ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല അടിപൊളി കളറാണ്. നൈക്കയുടെ മൈത്തിലി എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇപ്പോൾ ഉള്ളതാണ് നൈക്കയുടെ മൈത്തിലി. 25 ആണ് റേഞ്ച് വരുന്നത്.
ഞാൻ രണ്ടാമത് മേടിച്ചപ്പോൾ 600 സംതിങ് എത്ര ഉണ്ടായിരുന്നുള്ളൂ, ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 600 രൂപ ആയതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് മേടിക്കാനായിട്ട് കുറേ നാളെടുത്തു. വാങ്ങിക്കണോ വേണ്ടേ. അവസാനം ഞാൻ വാങ്ങിച്ചു. ഇപ്പം എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷെയ്ഡ് ഇതിപ്പോൾ ഇട്ടേക്കണത് ഈ കളറാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഇത്തിരി ഇട്ടിട്ടുള്ളൂ, വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. അടിപൊളി ഷെയ്ഡാണ്. ഒരു ആ റേഞ്ചിലാണ് റേറ്റ്സ് വരുന്നത്. അപ്പോൾ നൈക്കയുടെ മൈത്തിലി ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കേട്ടോ. ഒരു സെക്കൻഡ് ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഫേവറേറ്റ് ഒന്നല്ല എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും ഒരു 500 എബോ റേറ്റ് ഉണ്ട് കേട്ടോ. 800 700 ആ റേറ്റ് ആയിരുന്നു. ഇതും കുറേ നാളായി എൻ്റെ കയ്യിൽ വന്നിട്ട്. മെബലൈൻ്റെ സീസണൽ ലിക്വിഡ് മാറ്റ് ആ ലിപ്സ്റ്റിക്കാണിത്. ആക്ച്വലി നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണിച്ചു, ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. നല്ല കളറാണ്, നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 എബോ ആണ്. പക്ഷേ 700 800 ആ റേഞ്ചായിരുന്നു തോന്നുന്നു എനിക്കിത്. ഇതാണ് ഇപ്പോൾ പാക്കേജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. മെബലൈൻ സീസണൽ ലിക്വിഡ് മാറ്റ്. അടുത്ത പണി നടക്കണതിൻ്റെ കുറച്ചാണ് കേട്ടോ. നന്നായിട്ട് വീഡിയോയിൽ അത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. അടുത്തൊരു ലിപ്സ്റ്റിക്കാണ്. സ്റ്റുഡിയോൻ്റെ ഞാൻ ഒരുമിച്ച് കാണിക്കാം കേട്ടോ എല്ലാം. അടുത്തതും ഒരു മെബലൈൻ തന്നെയാണ് കേട്ടോ. മെബലൈൻ്റെ ഞാൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ ലിപ്സ്റ്റിക് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പുള്ളിക്കാരി നല്ല ഫെയറാണ് ആക്ച്വലി. അപ്പോൾ ആൾക്കത് നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് കുറച്ച് വാഷ് ഔട്ട് ആവുന്ന രീതിയാണെന്ന് തോന്നി എനിക്ക്. മെബലൈൻ്റെ തന്നെ ഇതൊരു 300 400 എത്ര റേറ്റിൽ വരുന്നതാണ്. ദ ക്രീം മാറ്റ് 676 ഇതാണ് വരുന്നത് കേട്ടോ. 676 ഈസ്റ്റ് വില്ലേജ് റോസ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ് ആക്ച്വലി. ഇത് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ കൂടിപ്പോയി. ഇതാണ് കേട്ടോ അതിൻ്റെ കളർ വരുന്നത്. നല്ലൊരു ഇതാണ്. ഇതും ഞാൻ പക്ഷെ അധികം ഉപയോഗിച്ചിട്ടില്ല കണ്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി ഞാനത് വാങ്ങിച്ചിട്ട്, പക്ഷെ കുറച്ചേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ലൊരു ഷെയ്ഡാണ് ആക്ച്വലി. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 500ൻ്റെ ഉള്ളിലാണിത്. 300 400 ആ റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ ഈസ്റ്റ് വില്ലേജ് റോസ് 676 അതാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത്. അപ്പോൾ തേടുവാണ്. അടുത്തത് ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്ത് തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഇതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊന്നും റേറ്റ് എനിക്കറിയില്ല. സിംപ്ലി പ്രിറ്റി അവോൺ മാറ്റ് ലിപ്സ്റ്റിക്ക്. ഇത് ഏതിൻ്റെ ബ്രാൻഡാണോ, പക്ഷെ നല്ലതാട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇത് നല്ല ന്യൂഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാമെന്ന് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ ഇത് കേട്ടോ. ഇതൊക്കെ ഏകദേശം ഒരു പോലെയാണ്, പക്ഷെ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. എൻ്റെ ബാഗിൽ എപ്പോഴും ഇത് അല്ലെങ്കിൽ നൈക്കയുടെ ഇത് രണ്ടുമാണ് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവാട്ടോ. അടിപൊളി ഒരു കളറാണ്. ഇതാണ് കേട്ടോ. ഇതാണ് ഈ കളറ്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ റേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. സിംപ്ലി പ്രിറ്റി അവോൺ മാറ്റ് ലിപ്സ്റ്റിക്. നല്ല ക്യൂട്ട് പാക്കേജാണ് കേട്ടോ ആക്ച്വലി. പക്ഷെ അത്ര വലിയ കട്ടിയുള്ള പാക്കേജിങ് ഒന്നുമല്ല, നല്ല പ്ലാസ്റ്റിക് പാക്കേജാണ്. നൈസ് അടിപൊളിയൊരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് ഒരെണ്ണം ഇനി അഫോർഡബിലിറ്റിയിലോട്ട് പോകാം. ഇത്ര ഉള്ളൂ എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു 500 എബോ റേറ്റ് വരുന്നത്. ബാക്കിയെല്ലാം 500 താഴെയാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടൊരു ലിപ്സ്റ്റിക് ആയിരുന്നു, പക്ഷേ ഇപ്പം അത് ഞങ്ങൾക്ക് അവൈലബിൾ അല്ല. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വനി ചേച്ചി ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡായിരുന്നു. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോ എന്നാണ് ഞങ്ങളത് വാങ്ങിച്ചത്. അതേ ഷെയ്ഡ് നമ്പറും അതേ എല്ലാം കറക്റ്റ് പോയി 2 വട്ടം വാങ്ങിച്ചിട്ടും 2 വട്ടം ആ കളർ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പറയാം, ടോസ്റ്റഡ് ആൽമണ്ട് എന്നായിരുന്നു. ദൈവം അത് എവിടെയോ ടോസ്റ്റഡ് ആൽമണ്ട് എന്നായിരുന്നു ആ ഷെയ്ഡിൻ്റെ പേര്. അത് അടിപൊളി ഒരു ഷെയ്ഡായിരുന്നു. അതിൻ്റെ 149 199 199 ആയിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്.
ഈ പാക്കേജിൽ സ്റ്റുഡിയോന്ന് കിട്ടുന്നത് ടോസ്റ്റഡ് ആൽമണ്ട്. അതിൽ തന്നെ ഷെയ്ഡ് നമ്പറുകളും വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കറക്റ്റ് ഒരു വട്ടം ഞാൻ നേരെ പോയി വാങ്ങിച്ചു ടോസ്റ്റഡ് ആൽമണ്ട് എന്നുള്ളത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ആ ചേച്ചി വാങ്ങിച്ചത്. അടിപൊളി കളറായിരുന്നു. അടിപൊളി കളർ, നല്ലൊരു ബ്രൗൺ ആയിരുന്നു അത്. അത് യൂസ് ചെയ്ത് അത് കഴിഞ്ഞ് അതടുത്ത് അതന്നെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അതെന്നെ നോക്കിയെടുത്തു. പക്ഷേ കിട്ടി കളറിന് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലിരിക്കണത്. 2 ടോസ്റ്റഡ് ആൽമണ്ട് ഉണ്ട് എൻ്റെ കയ്യിൽ, കണ്ടോ. ഇതന്നെ ആക്ച്വലി രണ്ടും രണ്ടാണ്. ഈ രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ടോസ്റ്റഡ് ആൽമണ്ടാണ്, പക്ഷെ രണ്ടും 2 കളറാണ് ആക്ച്വലി. ഇതാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ടോസ്റ്റഡ് ആൽമണ്ട്. മനസ്സിലാട്ടോ. ഇതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ടോസ്റ്റഡ് ആൽമണ്ട്. പക്ഷേ പിന്നെ ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല ഇതിൽ വീഡിയോയിൽ വ്യത്യാസം വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര വ്യത്യാസമുണ്ട്. കണ്ടോ, വീഡിയോയിൽ വ്യത്യാസം വരുന്നുണ്ടോയെന്നറിയില്ല. ഇത് രണ്ടും ഒരേ ഷെയ്ഡാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ടോസ്റ്റഡ് ആൽമണ്ട്. പക്ഷെ രണ്ടാമത് മേടിച്ച ടോസ്റ്റഡ് ആൽമണ്ട് ഇതായിപ്പോയി. ഇതാണ് ഇപ്പോൾ സ്റ്റുഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ വന്നിട്ടുണ്ടാവട്ടെ. ഇത് നല്ല കളറായിട്ടോ. ഇത് കിട്ടില്ലായിരുന്നു ആക്ച്വലി. വൈകുന്നേരം നമ്മളിപ്പോൾ ജോലി കഴിഞ്ഞ് ഈവനിങ് സ്റ്റുഡിയോ പോകുമ്പോഴേക്കും ടോസ്റ്റഡ് ആൽമണ്ടിൻ്റെ ആ റോ മാത്രം ഫുൾ കാലിയായിട്ടുണ്ടാവും. എനിക്കൊന്നും ഒരുവിധം എല്ലാവർക്കും ഈ ഷെയ്ഡ് ഇഷ്ടമാണ്. വ്യത്യാസം അറിയുന്നുണ്ട്. ഒരേ ഷെയ്ഡാണ്, നിങ്ങൾക്ക് ഇതിൽ നോക്കി മനസ്സിലാവും. ടോസ്റ്റഡ് ആൽമണ്ട് BR03 രണ്ടും സെയിമാണ്, പക്ഷേ രണ്ടും 2 കളറാണ്. ഇതായിരുന്നു ആദ്യത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഇത് കഴിഞ്ഞ് ഇത് വാങ്ങിച്ചപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായി. അതൊരു ട്രാജഡി ആയിപ്പോയി. കണ്ടോ, നല്ല വ്യത്യാസം അറിയുന്നുണ്ട് ആ കയ്യിൽ തന്നെ. 2 കളറാണ്. അപ്പം ഇതൊരു 149 ആണ് കേട്ടോ ഈ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അത്രയും കൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഈ കളറ്. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോസ്റ്റഡ് ആൽമണ്ട് അത് കഴിഞ്ഞിട്ട് ആ റേഞ്ചിൽ തന്നെയുള്ള ആ പ്രൈസ് റേഞ്ചിൽ തന്നെയുള്ള വേറെ ഒരെണ്ണമായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ഫ്ലോപ്പ് ആയപ്പോഴാണ് ഞാൻ ഇതിലോട്ട് കടന്നത്. വേറെ ഒരെണ്ണം നോക്കാം നല്ലത് എന്നുള്ള. അപ്പം അങ്ങനെ നോക്കിയെടുത്ത് കുറേ ഹാക്കൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. നമ്മുടെ ഈ ഫിംഗറിൻ്റെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കളറ് ഇവിടെ ഒരു ബ്ലഡിൻ്റെ കളർ വരുമല്ലോ, അത് പലർക്കും പല രീതിയിലായിരിക്കണമായിരിക്കും. അതുകൊണ്ടാണല്ലോ ആ വീഡിയോയിൽ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ഈ ഷെയ്ഡായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡ് നമുക്ക് നന്നായി ചേരും. അങ്ങനെ ഞാൻ നോക്കിയെടുത്തൊരു ഷെയ്ഡാണിത്. സത്യമാണോ എന്ന് ചോദിച്ചാൽ വേറെ കുറച്ചൊക്കെ സത്യമാണെന്ന് തോന്നുന്നു എനിക്ക്. ഇത് സോഫ്റ്റ് ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതും B03 സോഫ്റ്റ് ബെറി 149 തന്നെയാണ്. സ്റ്റുഡിയോ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ചാളും. എവിടെയത് കാണിക്കാം. ഓക്കെ, ഇങ്ങനൊരു ഇച്ചിരി കളർ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ളൊരിതാണ്. ന്യൂഡിൻ്റെ റേഞ്ചിൽ തന്നെയാണ് അതൊക്കെ വരുന്നത്. എങ്കിലും കുറച്ച് കണ്ടോ, ഇതാണ് കേട്ടോ ഈ കളർ. ഇതാണ് ആ ഷെയ്ഡ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. 149 അത്രയേ ഉള്ളൂ റേറ്റ് വരുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ചേരും. അവിടെ അവർ ട്രയലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പോയി ട്രയൽ ചെയ്ത് അവിടെ സ്വൈപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ നമ്മളത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ കളർ നമുക്ക് ചേരാത്ത പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് തോന്നിയേക്കുന്നത് പിന്നെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റുഡിയോയുടെ ഈ റേഞ്ചിൽ വരുന്ന എൻ്റെ ലിപ്സ്റ്റിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡിയോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അത് രണ്ടും മിസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നോക്കിയെടുക്കാം. അതിനേക്കാൾ മുമ്പ് ഞാൻ ഇഷ്ടംപോലെ സ്റ്റുഡിയോന്ന് തന്നെ ഇത് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കാണ്. ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കാണ്. ഇതാണ് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി ഇത് സാറ്റിൻ ND-B4 എന്ന് പറഞ്ഞുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. റെഡാണ് കേട്ടോ ഇത് ആക്ച്വലി വരുന്നത്. കണ്ടോ, റെഡാണ്. എല്ലാം ഒരുപോലെ ഇരിക്കണ്ടല്ലേ കയ്യിൽ, പക്ഷേ എല്ലാം വ്യത്യാസമുണ്ട്. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും ഇടാറുണ്ട്. ഇതൊന്നും അധികം ലാസ്റ്റ് ചെയ്യില്ല. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. സ്റ്റുഡിയോട്ടൊന്നും എനിക്ക് അധികം ലാസ്റ്റ് ചെയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, നൈക്കയുടെ, ഇത് കാലത്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഏറെക്കുറെ ഇരുന്നോളും. ഞാൻ ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ, ഫുഡ് കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം വൈകുന്നേരം ആകുമ്പോൾ. അല്ലെങ്കിൽ ഒരു 5 മണി 6 മണി വരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നത്. എന്തായാലും ഒരു കുറച്ച് നേരം ഇത് നന്നായിട്ടിരിക്കും.
ഒരു ദിവസം നന്നായിട്ട് ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ അത്. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല, ജസ്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, വേഗം പോവും. അങ്ങനെയാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാറ്റിൻ NV-B4 എന്നാണ്. ഇതും 99 149 ആ റേഞ്ചിലാണ്, എനിക്ക് ഓർമ്മയില്ല. ഇതൊന്നും പിന്നെ ഞാൻ അതിന് ശേഷം വാങ്ങിച്ചിട്ടില്ല, ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. സ്റ്റുഡിയോക്ക് പോയി തുടങ്ങിയ ടൈമിൽ വാങ്ങിച്ചതാണ്. ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഞാൻ പോകാറില്ല, അധികം എനിക്കൊന്നും ഇഷ്ടപ്പെടാറില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി നന്ദൂൻ്റെന്ന് ഞാൻ അടിച്ചു മാറ്റിയൊരു ലിപ്സ്റ്റിക്കാണ്, ഡാസ്ലറിൻ്റെ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്കറിയില്ല, അത് അവൾ വാങ്ങിച്ചതാണ്. ചെറുതില്ലേ, ഇതൊക്കെയാണ് എൻ്റെ അവരുടെ കയ്യിൽ കൂടുതലുള്ളത്. കാരണം വെച്ചാൽ അത് ഭയങ്കര റേറ്റ് കുറവാണ്, നല്ല ഷെയ്ഡുമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വേറൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ച് കൊടുക്കണം എനിക്ക്. ഇത് അവളുടെ ഞാൻ കുറേ ചോദിച്ച് പിടിച്ച് എടുത്തുകൊണ്ട് വന്നതാ, പാവമുണ്ട്. നന്ദൂൻ്റെന്ന് ഇത് നല്ലൊരു ഷെയ്ഡാണ്, ഇതിങ്ങനെ നല്ല ഷെയ്ഡാണ്. ഇതിന് എത്ര റേറ്റ് ഒന്നും എനിക്കറിയില്ല, ഇതിൻ്റെ റേറ്റ് നന്ദു കമൻറ്റ് ചെയ്തിരിക്കും. അയ്യോ, ഇപ്പോൾ DL809 ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. എന്തായാലും 200 താഴെയായിരിക്കും, അത് ഉറപ്പാണ്. ഇത്രയും ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ വരെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ല വില കൊടുത്ത് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഷെയ്ഡൊക്കെ ആണെങ്കിൽ റിഗ്രറ്റ് ഉണ്ടാകുമ്പോൾ, അങ്ങനെ റിഗ്രറ്റുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് നല്ലൊരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഡാസ്ലറിൻ്റെ ഒരെണ്ണം നല്ല ഹൈപ്പിൽ കയറിയ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് ഏതാണെന്ന് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. അത് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോന്ന് ഞാൻ ആദ്യം മേടിച്ച ലിപ്സ്റ്റിക്ക് ഇതാണ്, ബ്രൗസൻ റൈസൻ B01. അതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് 99 റുപ്പീസേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഇത്രേ ഉള്ളൂ. ഇനി നല്ലൊരു ഷെയ്ഡായിരുന്നു കേട്ടോ. എൻ്റെ കൈ അടിപൊളിയായിരിക്കും, നല്ല റെഡാണ് ആക്ച്വലി. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാം, നല്ലൊരു റെഡാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത്. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ ഷെയ്ഡ് നോക്കിയാൽ മതി, ബ്രൗസൻ റേസിൻ അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. B01 99 റുപ്പീസാണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത്. അത്യാവശ്യം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവളെ പോലെ അധികം ലാസ്റ്റ് ചെയ്യില്ല, പക്ഷേ തുടങ്ങുന്ന ആൾക്കാർക്ക് നല്ലൊരു ലിപ്സ്റ്റിക്കാണത്. കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അഫോർഡബിളാണ്, 99 റുപ്പീസ് ഉള്ളൂ. അപ്പോൾ അടുത്ത ലിപ്സ്റ്റിക്ക് അടുത്തതെന്ന് പറയുമ്പോൾ അടുത്തൊരു ഈ പറഞ്ഞ പോലെ ഫ്ലോപ്പായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ലിപ് ലൈനറാണ് എന്ന് വിചാരിച്ച് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കായിരുന്നു അത്. ആക്ച്വലി ഒരു 300 സംതിങ് ആണ്, ഞാൻ സെൻട്രൽ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഒട്ടും കളറ് വരുന്നില്ല. ലിപ്സ്റ്റിക് പെൻസിൽ നിന്നാണ്, എന്തോ ഒരു ചാത്തൻ ബ്രാൻഡാണ്, മിസ് ഡെമി കോസ്മെറ്റിക്സ്. ഞാൻ ലിപ് ലൈനറാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്, പെട്ടെന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കത് എന്നെ ചതിച്ച്. ഇടയ്ക്ക് വീഡിയോ കട്ടാവും, നിങ്ങൾ മൈൻഡാക്കണ്ട. കണ്ടു, ഇതാണ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല, കാരണം ലിപ്പിലോട്ട് അത് ഇങ്ങനെ കുറേ വട്ടം ചെയ്യുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. ഇതും ഒരു 300 റുപ്പീസ് സംതിങ് എത്ര ഉണ്ടായിരുന്നു, വേസ്റ്റ് ഓഫ് മണി, ഇഷ്ടപ്പെട്ടില്ല. ഇതായിരുന്നു. പിന്നെ സ്റ്റുഡിയോന്ന് ഞാൻ വാങ്ങിച്ച വേറൊരു അട്ടർ ഫ്ലോപ്പാണ്. ഇതെന്തുകൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്നെനിക്കറിയാൻ പാടില്ല. ഇതും 149 സംതിങ് എത്ര ഉണ്ടായേ ഉള്ളൂ, എങ്കിലും അത്രയും രൂപ വേസ്റ്റായി. കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്തിനായിരുന്നു. ഞാൻ ശരിക്കും ബ്രൗൺ ചേരും എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ബ്രൗൺ ചേരും, നല്ല ബ്രൗൺ. ഇതൊരു മാതിരി ബ്രൗൺ ആയിപ്പോയി. പക്ഷേ കണ്ടോ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോമഡിയാണ്. ചിലവർക്ക് പക്ഷേ ഈ കളർ ചേരും കേട്ടോ, അതാണ് പറയുന്നത്. എല്ലാവരുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് നമ്മളെ ഒരേപോലെ ഇരിക്കുന്ന ഒരു സ്കിൻ ടോൺ നമ്മൾ കണ്ടു, വാം അണ്ടർടോൺ, കൂൾ അണ്ടർടോൺ, അങ്ങനെ ശരിക്കും അതിലൊക്കെ കാര്യമുണ്ട്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്ലോപ്പാണ്, എന്നെ വരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ കോലം ഇച്ചിരി പരിതാപകരമാണ്. നല്ല വില പിടിപ്പുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി USA നിന്ന് വന്നപ്പോൾ എനിക്ക് തന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത്. ഹൈലൈറ്റ് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഞാൻ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ. ഇതും ആ ഒരു ബ്രൗൺ ആണ്.
കണ്ടോ എൻ്റെ കയ്യിൽ സ്ഥലമില്ല, പക്ഷെ കാണുന്നുണ്ടോ നിങ്ങൾ? വാഷ് ഔട്ടോ എനിക്ക് വാഷ് ഔട്ടോ നമുക്കല്ല, എനിക്ക് വാഷ് ഔട്ടാവും. പക്ഷെ നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല ഭംഗിയുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. ഞാനിത് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം അടുത്തത്, അപ്പം അത് എനിക്കൊരു ഫ്ലോപ്പാണത്. പിന്നെ നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പക്ഷെ അത് പാക്കേജിങ്ങും അടിപൊളിയാണ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് 2 ഫ്ലോപ്പ് കഴിഞ്ഞു. പിന്നെ ഒരു സ്റ്റുഡിയോന്ന് മേടിച്ച ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്, ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. പക്ഷെ എപ്പോഴും ഇടാൻ പറ്റില്ല, ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും, നമുക്ക് ഇറിറ്റേറ്റഡ് ആവും. പക്ഷേ വെള്ളയിടത്തൊക്കെ പോകുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. നല്ല ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല, കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. കാണുന്നുണ്ടോ പറയുള്ളൂ. അയ്യോ ഓക്കെ, ഉള്ളോട്ട് കേൾക്കും. അപ്പോൾ അത് നല്ലൊരു ലിപ് ഗ്ലോസ് ആണ്. ഇതിനും 99 എത്രയാണ്ട് വരുന്നുള്ളൂ. യെസ്, 99 റുപ്പീസാണ്. ഇതൊന്നും എല്ലാവരും വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല, അതെല്ലാവരും ഇഷ്ടം, വാങ്ങിക്കണവർക്ക് വാങ്ങിക്കാം. ഇപ്പോൾ കുറേ സംഭവങ്ങൾ സ്റ്റുഡിയോയിൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടായിരിക്കാം മേ ബി കേട്ടോ. ലിപ് ഗ്ലോസിൽ തന്നെ പല സംഭവങ്ങളും കാണാറുണ്ട്, എന്താ എന്തോ. പിന്നെ ഒരു അടിപൊളി ആണെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ച ലിപ് ലൈനറാണ്, സ്റ്റുഡിയോ തന്നെ. അഗെയിൻ 99 റുപ്പീസ്. ഞാനുണ്ടല്ലോ നമ്മുടെ ഒരു എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് കാണാനില്ല, അത് ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ലിപ് ലൈനർ, ഐബ്രോ പെൻസിലാണ് ആക്ച്വലി, ലിപ് ലൈനർ ഐബ്രോ എന്നാണോ ഉണ്ടെങ്കിൽ എഴുതിയേക്കുന്നത്. ഞാനിട്ട് അത് ഉപയോഗിക്കാറുണ്ട്, നല്ല ഫിനിഷിങ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നല്ല ലിപ് ലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരിക്കും കാണാൻ. അപ്പം ഞാനിനി എന്തായാലും നല്ലൊരെണ്ണം വാങ്ങിക്കണം. അങ്ങനെ നോക്കി ആഗ്രഹിച്ച് വാങ്ങിച്ചൊരെണ്ണമായിരുന്നു ഇത്. പക്ഷെ ഇത് ലിപ്സ്റ്റിക്കായി പോയി, ലിപ് പെൻസിലായിപ്പോയി. അപ്പോൾ സ്റ്റുഡിയോന്ന് ഞാൻ വാങ്ങിച്ചൊരു ലിപ് ലൈനറാണിത് കേട്ടോ. 99 റുപ്പീസ് തന്നെയാണ് ഇതും. പക്ഷേ വലിയ കളർ വരില്ല, ഐ മീൻ അത്ര അങ്ങോട്ട് അറിയില്ല, കുറേ വട്ടം വരച്ച വരുമായിരിക്കും. അത് ഓപ്പ നല്ലതാണ്, പക്ഷെ കുഴപ്പമില്ലാത്തൊരു ലിപ് ലൈനറാണ്. ഇപ്പോൾ ലിപ് ലൈനറിന് വേണ്ടി നമുക്ക് അധികം ചിലവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഇത്ര ഉള്ളു എൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ കുറച്ചുണ്ട്, 2-3 എണ്ണം എൻ്റെ വീട്ടിലിരിക്കുകയാണ്, 2 എണ്ണം എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് ചാലക്കുടിയിൽ. പക്ഷെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ ആരോടെങ്കിലും വാങ്ങിക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതല്ലാണ്ട് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, ഏതിൻ്റെ ആയിരുന്നു അത്, 1 സെക്കൻഡ് ഞാൻ ആലോചിച്ചിട്ടെ. ഞാൻ സെൻറ്റർ സ്കോറിൽ നിന്ന് വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണ്, ഡ്രീം ന്യൂഡ് എന്നായിരുന്നു ഷെയ്ഡിൻ്റെ പേര്. പക്ഷേ കമ്പനി ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കമ്പനി എനിക്ക് ഓർമ്മ കിട്ടും, അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അടിയിലിടാട്ടോ, എഴുതി കാണിക്കാം. അപ്പോൾ അതൊരു അടിപൊളി ഷെയ്ഡായിരുന്നു. അതിന് അറൗണ്ട് എനിക്കത് ഓഫറിന് ഒരു 200-259 ആ റേറ്റിൽ, 300-ന് മുകളിൽ പോയിട്ടില്ല. അടിപൊളിയിലത് മൊത്തം. അത് ഞാനപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാങ്ങിച്ചതാണ്, ഹോസ്റ്റലിലുള്ള പിള്ളേരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡായിരുന്നു അത്. അതുപോലെ തന്നെ നമ്മുടെ മാഴ്സിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്കുകൾ നല്ലതാണ്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അഫോർഡബിലിറ്റി നോക്കുന്നത്. ഞാനപ്പോൾ അതിങ്ങനെ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നൈക്കയിൽ. മാഴ്സിൻ്റെ ഇങ്ങനെ 3 എണ്ണമായിട്ട് കിട്ടുന്ന കുറച്ച് നല്ല ഷെയ്ഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ 2-3 എണ്ണം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കിയിട്ട്, അതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഡാസ്ലറിൻ്റെ ഒരെണ്ണം ഭയങ്കര സെൻസേഷനായിട്ടൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നോക്കിയിട്ട് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, എന്ത് കണ്ടിട്ടാണോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഞാൻ ആലോചിക്കുന്നത്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ അതും നല്ലൊരു ഷെയ്ഡാണ്. അതും ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു ഷെയ്ഡായിരുന്നു. പക്ഷേ വാങ്ങിക്കും. ഇപ്പം ഞാനിനി അധികം വാങ്ങിക്കുന്നില്ല. എൻ്റെ മെയിൻ സാധനം ഇതാണ്, നൈക്കയുടെ. ഇതിലാണ് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. ഇതും നല്ല ഒരെണ്ണമാണ്, മെബലൈൻ്റെ സീസണൽ മാറ്റ്. ഇതും പക്ഷെ ഇതൊക്കെ ഒരു 500 എബോ ആണ്. ഇത് എനിക്കറിയില്ല എത്ര രൂപയാണ്. ഇതും ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാൻ അഫോർഡബിലിറ്റി എന്ന് പറയുമ്പോൾ ആണെങ്കിൽ നമ്മൾ സ്റ്റുഡിയോ പോവുക, ഇതെടുക്കുക, അല്ലെങ്കിൽ ഡാസ്ലറിൻ്റെ നല്ലത് മേടിക്കുക. പിന്നെ മെബലൈൻ്റെ തന്നെ 300 റേറ്റിൽ ഒക്കെ കിട്ടും. വേറെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഷെയ്ഡ് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ വീഡിയോ യൂസ്ഫുള്ളാണ്. പിന്നെ
ലിപ് ബാം. ഇപ്പോൾ ഡേഗ തന്നെ വാങ്ങിക്കണമെന്നില്ല, ഡേഗയാണെങ്കിൽ നല്ലത്. കാരണം അതിന് അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. കുറേ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആക്ട്രസസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ലിപ് ബാം യൂസ് ചെയ്യാൻ നോക്കുക. ലിപ് ബാം യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടുക. ലിപ് ബാം ഇട്ട് അപ്പം തന്നെ ലിപ്സ്റ്റിക്ക് ഇടണമെന്നല്ല, മോയ്സ്ചർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ച് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നതല്ല, അത് സത്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.